സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്ര എന്നതാണ് ചോദ്യം. ഉത്തരം 24 ആണ്. 24 മെഡലുകൾ. അതിൽ ഗോൾഡ് 8 ഗോൾഡ് മെഡല്, 10 സിൽവർ, 6 ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ ആകെ മെഡലുകളുടെ എണ്ണം 24 ആണ്. ഇന്ത്യക്ക് കിട്ടിയ ഗോൾഡ് മെഡലുകൾ എത്രയെന്ന് ചോദിച്ചാൽ 8 ആണ്, സിൽവർ 10, ബ്രോൺസ് 6. ഇനി 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗുമിയാണ്. ഗുമി ദക്ഷിണ കൊറിയയില് ഗുമിയാണ്. ദക്ഷിണ കൊറിയ ഗുമി. എത്രാമത്തേതായിരുന്നു? 26ാമത്തെ ഏഷ്യൻ അത്ലറ്റിക്സ് ആണ് നടന്നത്. 24 മെഡലുകൾ നേടി. ടോട്ടൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനമുള്ളത് ചൈനയ്ക്കാണ്. ചൈനയ്ക്ക് മൊത്തം 32 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് നടന്നത് മെയ് 27 മുതൽ മെയ് 31 വരെയാണ് എന്നതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2025 ഗുമിയിൽ ദക്ഷിണ കൊറിയയിൽ ഗുമിയിൽ നടന്ന 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മൊത്തം മെഡലുകൾ എത്രയാണ് ഇന്ത്യക്ക് ലഭിച്ചത്? 24 മെഡലുകളാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ചൈനയ്ക്കാണ് ലഭിച്ചത്. ചൈനയ്ക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? 32 മെഡലുകൾ. ഇന്ത്യക്ക് 24 മെഡലുകൾ. അതിൽ 8 ഗോൾഡ്, 10 സിൽവർ, 6 ബ്രോൺസ്. അടുത്ത ചോദ്യം, 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത് ആരാണ്? 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളായണിയാണ്. മഞ്ജു വെള്ളായണി. ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത് ആരെയെന്ന് ചോദിച്ചാൽ മഞ്ജു വെള്ളായണിയാണ്. ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ ജലജമന്തികളാണ്. അപ്പൊ ജലജമന്തികൾ ഏത് കൃതിയാണ്? കവിതാ സമാഹാരമാണ്. ജലജമന്തികൾ എന്നത് കവിതാ സമാഹാരമാണ് എന്നതും കൂടി ഓർക്കുക. അടുത്തത്, 2025 IPL കിരീടം നേടിയത്. 2025 IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് 2025 IPL കിരീടം നേടിയത്. ഇപ്പൊ ഫൈനലിന്റെ വേദി ഏത് എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. കഴിഞ്ഞ് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2025 IPL ഫൈനൽ വേദി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദില് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഫൈനലില് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചിട്ടാണ് RCB വിജയിച്ചത്. ഫൈനലില് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചിട്ടാണ് RCB വിജയിച്ചത്. അപ്പം 2025 IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെയാണ് തോൽപ്പിച്ചത്. ഫൈനലിന്റെ വേദി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത്, മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ CR പ്രസാദ് ആണ്. ഡോക്ടർ CR പ്രസാദ് ആണ് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, UN പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? UN പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നലീന ബെയർബോക്ക് ആണ്. അന്നലീന ബെയർബോക്ക് ആണ് UN പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നലീന ബെയർബോക്ക്. ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ GSDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര.
നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ GSDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി കാനഡയാണ്. 2025 എത്രാമതാണ്? 51ാമത് G7 ഉച്ചകോടിയുടെ വേദി കാനഡ. 2025 ജൂണിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? നിലവിലെ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 91 ആണ്. 2025 ജൂണില് കിച്ചൺ എന്നും മെനാർ എന്നുമുള്ള 2 പ്രദേശങ്ങൾ, രാജസ്ഥാനിലെ 2 പ്രദേശങ്ങൾ റാംസാർ സൈറ്റിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടതോടെയാണ് ഇന്ത്യയിൽ നിന്നും 91 റാംസാർ സൈറ്റുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കിച്ചൺ, മെനാർ രാജസ്ഥാനിലേതാണ്. ഈ 2 പേരുകളും പ്രത്യേകം നോട്ട് ചെയ്യുക. 91 റാംസാർ സൈറ്റുകളാണ് ഉള്ളത് എന്നും കൂടി ഓർക്കുക. അടുത്തത് 2025 ജൂണിലെ കണക്ക് പ്രകാരമുള്ള പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5%. 5.5% നിലവിലെ റിപ്പോ നിരക്ക്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽകൃത ആദിവാസി കോളനി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽകൃത ആദിവാസി കോളനിയാണ് നടുപ്പതി. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലേതാണ്. പാലക്കാട് ജില്ലയിലെ നടുപ്പതിയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽകൃത ആദിവാസി കോളനി ആയത്. നടുപ്പതി, പാലക്കാട് ജില്ല. ഹരിത ഊർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽകൃത ആദിവാസി ഗോത്ര മേഖലയായി പാലക്കാട് ജില്ലയിലെ നടുപ്പതി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വീടുകളിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച സൗജന്യ വൈദ്യുതിയും അധിക വരുമാനവും ലഭ്യമാക്കുന്നതിനു വേണ്ടി അനർട്ട് മുഖേന ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിത ഊർജ വരുമാന പദ്ധതി. പദ്ധതിയുടെ ഭാഗമായിട്ട് നടുപ്പതി ആദിവാസി കോളനിയിലെ വൈദ്യുത ആവശ്യം പൂർണ്ണമായും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 120 വീടുകളിലാണ് ഊർജവത്കരണം നടപ്പിലാക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. എത്ര വീടുകളിലാണ്? 120 വീടുകളിലാണ്. അടുത്ത ചോദ്യം, പുരുഷ സൗന്ദര്യ മത്സരമായ റുബാനോ മിസ്റ്റർ ഇന്ത്യയില് 2025 ക്യാബല്ലറോ യൂണിവേഴ്സൽ പദവി സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയാണ് R. അനന്തകൃഷ്ണൻ. ക്യാബല്ലറോ യൂണിവേഴ്സൽ പദവി സ്വന്തമാക്കുന്ന ആദ്യ മലയാളി ആരാണ്? R. അനന്തകൃഷ്ണനാണ്. R. അനന്തകൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിയാസി ജില്ലയിലാണ്. റിയാസി ജില്ലയിൽ. കാശ്മീർ റെയിൽവേയുടെ ഭാഗമായ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് ഇത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗം. പാലത്തിന്റെ നീളം 1315 മീറ്റർ ആണ്. 1315 മീറ്റർ ആണ് നീളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 359 മീറ്റർ ആണ്. 359 മീറ്റർ ഉയരമാണ്
ചെനാബ് റെയിൽവേ പാലത്തിൻ്റെ ഉയരം? ഇത് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 359 മീറ്റർ ആണ്. ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിൻ്റെ നീളം കൂടി നോട്ട് ചെയ്യുക, 1315 മീറ്റർ. കാശ്മീർ റെയിൽവേയുടെ ഭാഗമായ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് എന്ന് ചോദിച്ചാൽ ചെനാബ് റെയിൽവേ പാലമാണ്. അടുത്ത ചോദ്യം, 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പൽ ഏതാണ്? MV വാൻഹായ് 503. കപ്പലിൻ്റെ പേര് MV വാൻഹായ് 503. അറബിക്കടലിലായിരുന്നു 2025 ജൂണിൽ. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറീന ആണ്. MSC ഐറീന 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് MSC ഐറീന. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. വിമാനം ഏതായിരുന്നു? ബോയിങ്ങിൻ്റെ 787-8 ഡ്രീം ലൈനർ വിമാനമാണ്. അഹമ്മദാബാദിലാണ് സംഭവിച്ചത്. ബോയിങ്ങിൻ്റെ 787-8 ഡ്രീം ലൈനർ വിമാനമാണ്. ഈ ദുരന്തം നടന്ന ഡേറ്റ് 2025 ജൂൺ 12-നാണ്. 2025 ജൂൺ 12-നാണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതയായത് കത്രീന കെയ്ഫ് ആണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ്? കത്രീന കെയ്ഫ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ആണ് 2025 നോർവേ ചെസ് കിരീട ജേതാവ്. മാഗ്നസ് കാൾസൺ. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം നേടിയത് ആരാണ്? തരുൺ മൂർത്തിയാണ്. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം നേടിയത് ആരാണ്? തരുൺ മൂർത്തി. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദിയായത് വിശാഖപട്ടണമാണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദിയായത് വിശാഖപട്ടണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 21. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദിയായത് വിശാഖപട്ടണം. അറബിക്കടലിൽ സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? F-35 ആണ്. യുദ്ധവിമാനത്തിന്റെ പേര് F-35 ആണ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം. അറബിക്കടലിൽ സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് F-35. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്